മനസ്സിലിട്ട് നീറ്റുന്ന വേദനിക്കുന്ന ഒരു കാര്യമാണ് ലോൺലിനെസ്, ഒറ്റപ്പെടൽ, അല്ലേ? നമ്മളിൽ പലരും ഇപ്പോൾ നമ്മളൊരു സോഷ്യൽ സർക്കിളിലേക്ക്, അതായത് ഒരു സമൂഹത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ സംസാരിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, നമ്മളെ കാണാൻ കൊള്ളത്തില്ല, നമുക്ക് ബോഡിയില്ല, നമ്മളെ കാണാൻ ഒരു സൗന്ദര്യമില്ല. അതാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്, അല്ലേ? നമ്മുടെ ബോഡിയിലോ മൈൻഡിലല്ല കാര്യം ഇരിക്കുന്നത്. അതായത് ഇത് മനഃശാസ്ത്രപരമായ അട്രാക്ഷൻ. നമ്മളിപ്പോൾ ഒരു ലവിനായാലും അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോഴായാലും ആദ്യം സംഭവിക്കുന്നത് അട്രാക്ഷനാണ്. അട്രാക്ഷൻ എന്ന് പറയുന്ന ആകർഷണം. ഈ ആകർഷണം ബന്ധപ്പെടുന്നത് നമ്മുടെ ഫിസിക്കൽ തിങ്സ്, അതായത് മെറ്റീരിയൽ തിങ്സ് ആയ ബോഡി, നമ്മുടെ മൈൻഡ്, ബുദ്ധി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ അട്രാക്ഷൻ, ആകർഷണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾ ആദ്യം നമ്മുടെ നോക്കുക അട്രാക്ഷനാണ് നോക്കുക, ആകർഷണമാണ് നോക്കുക. ഓക്കെ, പിന്നീട് നമ്മൾ അയാളോട് ചെന്ന് സംസാരിച്ച് കുറേ കഴിയുമ്പോൾ ഈ അട്രാക്ഷൻ എന്ന് പറയുന്നത് നേരെ കോൺഷ്യസ് ലെവലിലേക്ക് മാറും. കുറച്ച് സമയം നമ്മൾ ആളോട് സംസാരിച്ച് കഴിയുമ്പോൾ ഈ അട്രാക്ഷൻ എന്ന് പറയുന്നത് കോൺഷ്യസ് ലെവലായിട്ടുള്ള സോൾ ലെവലിലേക്ക്, ആത്മാവിൻ്റെ തലത്തിലോട്ട് മാറും. അവിടെ നമ്മുടെ ആത്മാവ് തമ്മിലുള്ള ബന്ധമായിരിക്കും പിന്നീട് അവിടെ ഉണ്ടാകുക. അപ്പോൾ ഇവിടെ നമ്മളെ കാണാൻ കൊള്ളത്തില്ല, നമ്മുടെ ബോഡിയോ നമ്മുടെ ശരീരം ഫിസിക്കലോ നമ്മുടെ സൗന്ദര്യമോ ഒന്നും അവിടെ നോക്കില്ല. നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി നോക്കിയിട്ടായിരിക്കും ആൾ സംസാരിക്കുക. നമ്മളിലേക്കല്ല, നമ്മുടെ ഉള്ളിലോട്ട്, നമ്മുടെ ആത്മാവിലേക്കായിരിക്കും ആൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കോൺഫിഡൻസോടെ ഇപ്പോൾ എവിടെയാണോ നമ്മൾ സംസാരിക്കേണ്ടത് ആളോട് പോയി സംസാരിക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പോയി സംസാരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു പക്ഷേ 80% റെസ്പോണ്ട് ചെയ്തിരിക്കും, നമ്മളോട് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തും, അല്ലെങ്കിൽ ആൾ നമ്മളോട് പ്രതികരിക്കും, നമ്മളോട് സംസാരിക്കുമായിരിക്കും. ഒരു പക്ഷേ അത് സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ്, നമ്മൾ നേരെ തിരിഞ്ഞു വരിക, അത് ആ സ്ഥാനത്ത് പോയിട്ടിരിക്കുക. എന്നിട്ട് യൂണിവേഴ്സ് ഇത് കോൺഷ്യസ്ലി, ഇൻറ്റൻഷനലി, ബോധപൂർവം ചെയ്യുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ വേണ്ടി അങ്ങനെ ഒറ്റപ്പെടുത്തുന്നതാണ് യൂണിവേഴ്സും പ്രപഞ്ചവും ഗോഡും എല്ലാം തന്നെ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി നമ്മൾ ബാക്ക് വന്നോ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നമ്മളോട് തന്നെ ചോദിക്കുക, എന്താണ് യൂണിവേഴ്സ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, നമ്മളെ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മൾ തന്നെ നമ്മളോട് പറയും, നമ്മളപ്പോൾ ഈ അനുഭവിച്ച ഒറ്റപ്പെടൽ, ലോൺനെസ് എല്ലാം നല്ലതിന് വേണ്ടിയായിരുന്നു, വലിയൊരു കാര്യത്തിന്, എയിമിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ആകപ്പെട്ടതെന്ന്. പിന്നീട് നിങ്ങൾ വലിയൊരു ലെവലിലാകുമ്പോൾ, ഒത്തിരി സോഷ്യൽ സർക്കിളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഒറ്റപ്പെട്ടു, ലോൺനെസ് ആണ് എന്ന ആ ഒരു ഇത് ഇപ്പോഴേ വിട്ടേക്കുക. നമ്മൾ നേരെ ഡയറക്റ്റ് പോയി സംസാരിക്കുക കോൺഫിഡൻസോടെ. നെഗറ്റീവ് ആണെങ്കിൽ ബാക്ക് അടിക്കുക, നിങ്ങൾ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് കേൾക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.